ശ്രീ സരിൻ, താങ്കളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, സാങ്കേതിക പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ സരിൻ, ഞാൻ ചോദിക്കുന്നത്, പോലീസ് പറയുന്നത് 50ഓളം രാഷ്ട്രീയക്കാരുടെ പൊളിറ്റിക്കൽ ഫണ്ടറാണ് ഈ അനന്തകൃഷ്ണൻ എന്നാണ് പറയുന്നത്. അനന്തകൃഷ്ണൻ കോൺഫിഡൻസോടെ പറയുന്നുണ്ട്, ഞാൻ വിവിധ രാഷ്ട്രീയക്കാർക്ക് പണം കൊടുത്തിട്ടുണ്ട് എന്ന്. പോലീസ് കസ്റ്റഡി അയാൾ കോൺഫിഡൻസോടെ പറയണമെങ്കിൽ വെറുതെ പറയില്ലല്ലോ, അയാൾ പറയില്ലല്ലോ. ഇവിടെ CN രാമചന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ഒരു മുൻ ജഡ്ജി ഈ പറയുന്ന ഒരു തട്ടിപ്പ് സംഘടന അഡ്വൈസറായി നിൽക്കുകയാണ്. ആനന്ദകുമാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കടന്നപ്പള്ളി രാമചന്ദ്രൻ, വി ശിവൻകുട്ടി, ഏതെങ്കിലും ഒരു നജീബ് കാന്തപുരത്തിന് നേരെ കൈ ചൂണ്ടിയത് കൊണ്ട് കാര്യമായോ ശ്രീ സരിൻ? ഹാഷ്മി, ഞാൻ പറയുന്നത് ഇപ്പോൾ കേൾക്കുന്നുണ്ട് എന്നും താങ്കളുടെ ചാനലിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനിവിടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന CSR ഫണ്ടിന്റെ ഇന്ത്യയിലെ കഴിഞ്ഞ 12 വർഷക്കാലമായിട്ടുള്ള അതിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പശ്ചാത്തലത്തിന് വേണ്ടി ഒരു മിനിറ്റ് സമയം എടുക്കുകയാണ്. നമ്മളെല്ലാവർക്കും ഗവൺമെന്റ് നേരിട്ട് തന്നെ നടത്തുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, csr.gov.in. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികൾ 2013 മുതൽ, അതായത് ഈ BJP സർക്കാർ 2014 അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ CSR ഫണ്ടിങ്ങിന്റെ ഈ റൂട്ട് കൂടുതൽ വ്യക്തമായി കൃത്യമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് 2013 എന്നുള്ള വർഷം കൂടി പറയുന്നത്. ഗവൺമെന്റ് നേരിട്ട് ഇതിനുള്ളൊരു വെബ്സൈറ്റ് നടത്തുന്നു. അതിൽ ഏതൊക്കെ പദ്ധതികൾക്ക് വേണ്ടി തുക വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ സുതാര്യമല്ലാത്ത രീതിയിൽ വെളിപ്പെടുത്തുന്നതിന്റെ ഒരു സംവിധാനമൊക്കെ അവിടെയും ഉണ്ട്. ഇവിടെ നടക്കുന്നത് ഏത് കമ്പനികൾക്ക് വേണം, ഏത് കമ്പനികളൊക്കെ ആർക്കൊക്കെ വേണം എന്നുള്ളതിന്റെ തിട്ടൂരമിറക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കഴിഞ്ഞ 8-10 കൊല്ലക്കാലത്തിലേറെയായി കമ്പനികൾ അവരുടെ ലാഭത്തിന്റെ 2% നിർബന്ധമായും സാമൂഹികമായിട്ടുള്ള അവരുടെ പ്രതിബദ്ധത തെളിയിക്കുന്നതിന് വേണ്ടി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള വാക്കുപയോഗിച്ച് നടത്തേണ്ടുന്ന ഇനീഷ്യേറ്റീവാണ്. ഇതിന് പല ഇംപ്ലിമെന്റിംഗ് ഏജൻസീസുകളും ഇടനില നിൽക്കുന്നതിനൊക്കെ സർക്കാർ തന്നെ പ്രോത്സാഹനം നൽകുന്നു. സർക്കാർ എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കണം, കൃത്യമായും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ സ്പോൺസേർഡ് പ്രോഗ്രാം ആക്കി ഈ CSR ഫണ്ട്, അതായത് കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും പാലിക്കേണ്ട ഈ ലാഭത്തിൽ നിന്ന് 2% എടുത്ത സമൂഹത്തിലേക്ക് തിരിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് ഇടനില നിൽക്കുന്നത് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിനെ ഭരിക്കുന്ന പാർട്ടിയും നേരിട്ടാണ് എന്നുള്ളതാണ് ഇന്ത്യയിൽ ഇപ്പൊ നിലനിൽക്കുന്ന വസ്തുത. ഈ വസ്തുത നമ്മൾ ആദ്യം മനസ്സിലാക്കി വേണം ഈ ചർച്ചയിലും ഈ പറയുന്ന തട്ടിപ്പിന്റെ വ്യാപ്തിയും മനസ്സിലാക്കാൻ. അതായത് ഇത് നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള മോഡസ് ഓപ്പറാൻഡിയിൽ CSR ഫണ്ട് വരില്ല എന്നുള്ള അനുമാനത്തെ ഞാൻ ആദ്യമേ ഖണ്ഡിക്കുകയാണ്. CSR ഫണ്ട് വരുത്താൻ പ്രിയപ്പെട്ട ലാലി വിൻസെന്റ് അതിനെയൊക്കെ കൃത്യമായി ഉപയോഗിച്ചല്ലോ. എങ്ങനെയാണെന്ന് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ, ആകർഷിച്ചു കൊണ്ടുവരാൻ, ഇതിന്റെ 25,000 കോടിയിലേറെ രൂപ ഓരോ സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കാനുള്ള നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടുകൂടി BJP സ്പോൺസർ ചെയ്ത് നടത്തുന്ന പഠന ക്ലാസുകൾ എല്ലാവിടെയും നടക്കുന്നുണ്ട്. കേരളത്തിലൊക്കെ ഇങ്ങനെ മുളച്ചു പൊന്തിയ അധികം NGOകളും CSR ഫണ്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ മേനി നടിക്കാൻ, ഞാൻ നടത്തുന്ന ഇടപെടൽ എന്ന് വരുത്തി തീർക്കാൻ പറ്റുന്ന ഫണ്ടുകളെ കൊണ്ടുവന്ന് വിനിയോഗിക്കാൻ ഉള്ള ഈ തട്ടിപ്പിന്റെ ഇടനിലം ഈ കേരളത്തിൽ ഒരുങ്ങിയിട്ട് 5-8 വർഷക്കാലമായി ഇന്ത്യയിൽ ഒട്ടുക്കും ഇത് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടുവരാൻ ക്ലാസുകളുണ്ട്, തുടങ്ങാൻ NGOകൾ തുടങ്ങിയെടുക്കുന്നത് അധികവും BJP ലേബലിലുള്ളവരാണ് കേരളത്തിൽ എന്നുള്ളത് നിസ്സംശയം പറയാം. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന NGOകളുടെ കാര്യമാണ് പറയുന്നത്. നേരിട്ട് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് NGOയുടെയും ഇതുപോലെ രജിസ്റ്റർ ചെയ്യാനുള്ള സൈറ്റ് ഉണ്ട്. അവിടെയും രജിസ്ട്രേഷൻ നടത്തുന്നത് മുഴുവൻ BJPയോട് കൂറ് പ്രഖ്യാപിച്ച് മാത്രം നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇടപാടായി ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞു. വിദേശത്ത് നിന്നുള്ള എത്രയെത്ര NGOകളെയാണ് യഥാർത്ഥത്തിൽ ഫണ്ട് ഉപയോഗപ്പെടുത്താനും സമൂഹത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ശ്രമിച്ചിരുന്ന എത്രയെത്ര, നമുക്കറിയാം, ഗ്രീൻ പീസിനെ ആണെങ്കിലും ശരി, മനുഷ്യാവകാശത്തിൽ ഇടപെടുന്ന സംഘടനകളെയാണെങ്കിലും റെഡ് കോറസിനെ ആണെങ്കിലും ശരി, കേന്ദ്ര സർക്കാർ എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് എന്നും അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത് എന്നും അതെല്ലാം മാറ്റിവെക്കുന്നു. ഇങ്ങനെ മുളച്ചു പൊന്തിയ NGOകൾ എവിടെ നിന്ന് ഫണ്ട് എത്തിക്കുന്നു എന്നുള്ളതിന് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള താങ്കൾ പറയുന്നത് മറ്റൊരു വലിയ തട്ടിപ്പിന്റെ ഒരു ഇരുണ്ട മൂലയാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഡാർക്ക് ബെല്ലി എന്ന് പറയില്ലേ, അല്ലെങ്കിൽ വേറൊരു ലോകം, ഒരു പാതാൾ ലോകം എന്ന് പറയില്ലേ, അതേപറ്റി മറ്റൊരു ലോകത്തെ പറ്റിയാണ്. അതിനെയും ഒരുപക്ഷെ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പുറത്തേക്ക് വരട്ടെ.
പക്ഷെ നിലവിൽ ഈ പറയുന്ന അനന്തകൃഷ്ണനും ഈ പറയുന്ന കോൺഫെഡറേഷൻ ഓഫ് NGOസിനും ഈ പറയുന്ന ആനന്ദകുമാറിനും അല്ലെങ്കിൽ ഈ ആനന്ദകുമാറിനുണ്ട് ഈ സംവിധാനത്തിന് CSR അത് കിട്ടിയിട്ടില്ല. ഇത് നല്ല ക്ലാസിക് തട്ടിപ്പാണ്. ക്ലാസിക് തട്ടിപ്പിൽ ഇയാൾ ഈ പറയുന്ന നമ്മുടെ ചോദ്യം ഒരു 26-കാരൻ വിചാരിച്ചാൽ ഈ എൻഡെയർ സംവിധാനത്തെ മൊത്തം കണ്ണുകെട്ടി നിർത്താൻ പറ്റുമോ എന്നാണ് ചോദ്യം. ശ്രീ സരിൻ, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത് ആഷ്മി. ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന ആൾക്ക്, ഇതിന്റെ സൂത്രധാരൻ എന്ന് നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്ന ഈ ആൾക്ക് കിട്ടുന്ന ഉറപ്പുകളാണ് ഇദ്ദേഹത്തിന്റെ ബലം. ആ ഉറപ്പുകൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നൽകാൻ രണ്ടേ ആളുകൾക്കേ സാധിക്കൂ. അത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. ഉദാഹരണത്തിന് CSR ഫണ്ട് വന്നില്ല എന്ന് തന്നെ വിചാരിക്കുക. അനുമാനം അതാണല്ലോ, വന്നില്ല. എത്ര കള്ളപ്പണമുണ്ട്, കള്ളപ്പണത്തിന്റെ സോഴ്സുകളുണ്ട് BJPയുടെ പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിന്റെ ഭാഗമായി, എത്ര 10,000-കണക്കിന് കോടികളുണ്ട് അവർ ഇന്ത്യയിൽ എന്താ പറയുക അവരുടെ വരുതിയിൽ നിർത്തുന്നത്. അവിടെ നിന്ന് എപ്പോഴെങ്കിലും വരും എന്നുള്ള ഈ ഒരു പ്രതീക്ഷയാണ് അനന്തുവിന്റെ ക്രൈമിന്റെ പ്രത്യേകത. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഇവിടെ എങ്ങനെയായാലും ഇപ്പൊ ഞാൻ റോൾ ചെയ്യുകയായിരിക്കും. അനന്തു വിചാരിച്ചതോ അല്ലെങ്കിൽ അനന്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്ഥാപനങ്ങളുടെ തട്ടിപ്പിന്റെ മോഡസ് ഓപ്പറാൻഡിയോ നിർബന്ധമായും ഇത് തന്നെയാകാനാണ് വഴി. ഇപ്പൊ റോൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തെ മറികടക്കാൻ, അതായത് ഒരു മണി ചെയിനിന്റെ മാതൃകയിൽ ഇപ്പൊ സംഭവിക്കുന്ന ഈ റോളിങ്ങിനെ മറികടക്കാൻ ഇതിന്റെ ഒരു എൻഡ് ഫണ്ടിങ് എന്നുള്ള രീതിയിൽ വലിയൊരു കോർപ്പസ്, അത് ഇനി CSRൽ നിന്ന് വന്നില്ലെങ്കിൽ എന്റെ പൊളിറ്റിക്കൽ യജമാനന്മാർ എനിക്ക് തരും എന്നുള്ളതിന്റെ ഉറപ്പ് തന്നെയാണ്. ആ പൊളിറ്റിക്കൽ യജമാനന്മാർ ഇന്ത്യ ഭരിക്കുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കളങ്കിതമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ആരാർക്ക് സഹായം ചെയ്യണം എന്നുള്ളതിന് പൊളിറ്റിക്കലായ അജണ്ട നിശ്ചയിക്കുന്ന ഒരു സംവിധാനമാണ്. ഇതൊരു കമ്മീഷൻ പറ്റിക്കൊണ്ട് നടക്കുന്ന വലിയൊരു തട്ടിപ്പാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് താങ്കൾ അതിനെ കുറച്ചുകൂടി വലിയ കുറച്ചുകൂടി തുറസായ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. നമുക്ക് അതിലേക്ക് എത്തുകയില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അനന്ത് ഒറ്റക്കല്ല താങ്കൾ പറയാം. താങ്കൾ കുറച്ചുകൂടി അതിന്റെ തുറസായ വലിയ മേഖലയിലേക്ക് ആ ചർച്ചയുടെ വാതിൽ തുറക്കണം. ഞാൻ